പാരഡി കേസിന് പിന്നാലെ മുഖ്യമന്ത്രി ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഉൾപ്പെട്ട ഫോട്ടോ കേസിലും ആഭ്യന്തര വകുപ്പിന് പണിപാളി. ഉറക്കക്കടകയിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത കോൺഗ്രസ് നേതാവ് സുബ്രഹ്മണ്യനെ വൈദ്യ പരിശോധന നടത്തി വെറുതെ വിടേണ്ടി വന്നു പോലീസ്. എന്തായാലും കസ്റ്റഡിയിലെടുക്കലും വിട്ടയക്കലും ഒക്കെയായി വീണ്ടും ആകെ നാണക്കേടായി മാറി സർക്കാരിനും പോലീസിനും ഒരുപോലെ. ത്രിതല പഞ്ചായത്തുകളിലേക്കുള്ള പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് തകൃതിയായി തുടരുകയാണ്. അട്ടിമറിയും കളമാർ ചവിട്ടിലുമൊക്കെ തകൃതിയായി തുടരുന്നുമുണ്ട്. വിശദമായ റിപ്പോർട്ടുകളൊക്കെ നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. സംസ്ഥാനത്തെ ത്രിതല പഞ്ചായത്തുകളിലേക്കുള്ള പ്രസിഡന്റുമാരെ തിരഞ്ഞെടുക്കുന്നു. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് LDF-ലെ വി പ്രിയദർശിനി, UDF-ലെ KG രാധാകൃഷ്ണൻ എറണാകുളം ജില്ലാ പ്രസിഡന്റ്. തൃശൂർ മറ്റത്തൂരിൽ നാടകീയ സംഭവവികാസങ്ങൾ, കോൺഗ്രസ് വിമതയ്ക്ക് ജയം. പെരുമ്പാവൂർ വെങ്ങോല പഞ്ചായത്തിൽ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് മാറ്റിവെച്ചു. ഇടുക്കിയിൽ നറുക്കെടുപ്പിലൂടെ 2 പഞ്ചായത്ത് LDF-ന്, വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് ഉച്ചയ്ക്ക്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ കരട് വോട്ടർ പട്ടികയിൽ നിന്നൊഴിവായ അർഹരായവരെ ഉൾപ്പെടുത്താൻ നീക്കവുമായി സംസ്ഥാന സർക്കാർ. സഹായം നൽകുന്നതിന് നടപടി സ്വീകരിക്കാൻ ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാത്തവരെ ഹിയറിംഗിന് വിളിക്കുമ്പോൾ ജാതി സർട്ടിഫിക്കറ്റ് രേഖയായി പരിഗണിക്കുന്നതിൽ എതിർപ്പറിയിച്ച് കോൺഗ്രസ്. മുഖ്യമന്ത്രിയും സ്വർണ്ണക്കൊള്ളക്കേസ് പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒന്നിച്ചുള്ള ഫോട്ടോ പങ്കുവച്ചുവെന്ന കേസിൽ കോൺഗ്രസ് നേതാവ് N സുബ്രഹ്മണ്യനെ കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ചു. രാഷ്ട്രീയ പകപോക്കലെന്ന് കോൺഗ്രസ്. കോഴിക്കോട് ചേവായൂർ പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ്. മുഖ്യമന്ത്രി കേരളത്തിന് അപമാനമെന്ന് VD സതീശൻ. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ മണിയുടെ പങ്കാളിത്തം ഉറപ്പിക്കാൻ SIT വിശദമായി ചോദ്യം ചെയ്യും. മണിയുടെ ബാങ്ക് ഇടപാടുകൾ പരിശോധിക്കും. ചോദ്യം ചെയ്യലിനോട് മണി സഹകരിക്കുന്നില്ലെന്ന് അന്വേഷണ സംഘം. കേസിൽ രാജ്യാന്തര ലോബിയുടെ പങ്കും അന്വേഷിക്കും. ദിവസത്തെ മണ്ഡലകാലത്തിന് പരിസമാപ്തി. ശബരിമലയിൽ ഭക്തിസാന്ദ്രമായി മണ്ഡലപൂജ. സന്നിധാനത്ത് തീർത്ഥാടകർക്ക് നിയന്ത്രണം. മകരവിളക്ക് മഹോത്സവത്തിനായി 30-ന് നട തുറക്കും. ആഷസ് ബോക്സിംഗ് ഡേ ടെസ്റ്റിൽ ഇംഗ്ലണ്ടിന് ജയം. ഓസ്ട്രേലിയയെ തകർത്തത് 4 വിക്കറ്റിന്. പരമ്പരയിൽ ഓസ്ട്രേലിയ 3-1 മുന്നിൽ. സംസ്ഥാനത്ത് ത്രിതല പഞ്ചായത്തുകളിലേക്കുള്ള പ്രസിഡന്റുമാരെ തിരഞ്ഞെടുക്കുകയാണ്. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി LDF-ലെ വി പ്രിയദർശിനി സ്ഥാനമേറ്റു. കല്ലമ്പലം ഡിവിഷനിൽ നിന്നും വിജയിച്ചയാളാണ് പ്രിയദർശിനി. എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി UDF-ന്റെ KG രാധാകൃഷ്ണൻ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു. എറണാകുളം പുത്തൻകുരിശ് പഞ്ചായത്തിൽ 2020 പിന്തുണ UDF-നാണ് ലഭിച്ചത്. വടവുകോട് പുത്തൻകുരിശ് ബ്ലോക്ക് പഞ്ചായത്തിൽ നറുക്കെടുപ്പിലൂടെ LDF അധികാരത്തിലെത്തി. ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി മഹേന്ദ്രനെ തിരഞ്ഞെടുത്തു. നൂർനാട് ഡിവിഷനിൽ നിന്നാണ് ജയിച്ചത്. UDF-ലെ ഷീല സ്റ്റീഫൻ ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം അംഗമാണ്. കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി കോൺഗ്രസിലെ ജോഷി ഫിലിപ്പിനെ തിരഞ്ഞെടുത്തു. വാകത്താനം ഡിവിഷനിൽ നിന്നും വിജയിച്ചാണ് ജോഷി ഫിലിപ്പ് പ്രസിഡന്റായത്. 4 വർഷം അധ്യക്ഷ പദവിയിൽ തുടരും. അവസാന 1 വർഷം കേരള കോൺഗ്രസിനായിരിക്കും അധ്യക്ഷ സ്ഥാനം. തൃശൂർ മറ്റത്തൂരിൽ നാടകീയമായ സംഭവവികാസങ്ങളാണ് നടന്നത്. കോൺഗ്രസ് വിമതയാണ് ജയിച്ചത്. കോൺഗ്രസിന്റെ വിമത സ്ഥാനാർത്ഥിയെ മത്സരിച്ച ടെസ്സി ജോസ് കല്ലറയ്ക്കൽ ജയിച്ചു. തിരഞ്ഞെടുപ്പിന് മുൻപ് UDF-ലെ 8 വാർഡ് മെമ്പർമാർ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചു. LDF അംഗത്തിന്റെ വോട്ടിൽ ചേലക്കരയിൽ UDF-നും തൃശൂർ പാറളം പഞ്ചായത്തിൽ BJP-ക്കും അട്ടിമറി ജയമാണ്. ചരിത്രത്തിലാദ്യമായി കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് UDF ഭരിക്കുകയാണ്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി കോടഞ്ചേരി ഡിവിഷനിൽ നിന്നുള്ള മില്ലി മോഹൻ തെരഞ്ഞെടുക്കപ്പെട്ടു. 15 വോട്ടുകൾ നേടിയാണ് UDF ഭരണം പിടിച്ചത്. അതേസമയം LDF-ന്റെ 13 വോട്ടുകളും LDF-ന് തന്നെ ലഭിച്ചു. തെരഞ്ഞെടുപ്പിൽ തുല്യത പാലിച്ച നിരവധി പഞ്ചായത്തുകളിലും ബ്ലോക്കിലും നറുക്കെടുപ്പിലൂടെയാണ് പ്രസിഡന്റുമാരെ തിരഞ്ഞെടുത്തത്. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി LDF-ലെ ബിനോയ് കുര്യൻ തിരഞ്ഞെടുക്കപ്പെട്ടു. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി മുസ്ലിം ലീഗിലെ PA ജബ്ബാർ ഹാജി തിരഞ്ഞെടുക്കപ്പെട്ടു. പ്രതിപക്ഷമില്ലാതെയാണ് മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ UDF അധികാരത്തിൽ എത്തിയത്.
തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതിന് ശേഷമുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ആദ്യ യോഗം ചേർന്നു. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ നേതൃത്വത്തിലായിരുന്നു യോഗം. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാത്തവരെ ഹിയറിംഗിന് വിളിക്കുമ്പോൾ ജാതി സർട്ടിഫിക്കറ്റ് രേഖയായി പരിഗണിക്കുന്നതിൽ കോൺഗ്രസ് എതിർപ്പ് അറിയിച്ചു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ കരട് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവായ അർഹരായവരെ ഉൾപ്പെടുത്താൻ നീക്കവുമായി സംസ്ഥാന സർക്കാർ രംഗത്തെത്തി. സഹായം നൽകുന്നതിന് നടപടി സ്വീകരിക്കാൻ ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകി സർക്കാർ ഉത്തരവിറക്കി. ദേവിക ചേരുകയാണ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി. ദേവിക, 1.25 ലക്ഷത്തിലേറെ പേർ ഈ വോട്ടർ പട്ടികയുടെ കരടിൽ നിന്ന് പുറത്തായത് വലിയ രീതിയിലുള്ള ഒരു ആശങ്കയാണ് ഉണ്ടാക്കിയത്. പ്രത്യേകിച്ച് രാഷ്ട്രീയ പാർട്ടികൾക്കടക്കം 3 മാസത്തിനപ്പുറം നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ എന്തായാലും അതൊക്കെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് പരമാവധി പേരെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിനുള്ള എന്തൊക്കെ നടപടികൾ ഒരുപക്ഷെ ഇതിനുശേഷമുള്ള ഈ ഒരു ആദ്യ യോഗത്തിൽ ചർച്ചയായി? സ്വപ്ന, കൃത്യമായ കാലയളവിനുള്ളിൽ കുറ്റമറ്റ രീതിയിൽ ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പിലാക്കാനുള്ള ശ്രമത്തിലാണ് ഇലക്ഷൻ കമ്മീഷൻ ഉള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതിന് ശേഷം ആദ്യമായി ഇത്തരത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം വിളിക്കുന്നത്. ഈ യോഗത്തിൽ സാധാരണയായി രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ എതിർപ്പുകളും ആശങ്കകളും പങ്കുവയ്ക്കാറാണ് പതിവ്. ഇത്തവണയും ഈ കരട് വോട്ടർ പട്ടികയിലെ ആശങ്ക തന്നെയാണ് എല്ലാ പാർട്ടികളും പങ്കുവച്ചത്. 24 ലക്ഷത്തിലധികം പേരാണ് ഈ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ അതിൽ നിന്നും പുറത്തായത് വലിയൊരു ആശങ്ക തന്നെയാണ്. ഈ ആശങ്ക തന്നെയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉന്നയിച്ചിട്ടുള്ളത്. അതേസമയം രത്തൻ യു ഖേൽക്കർ വ്യക്തമാക്കിയത് ആകെ 2,54,42,352 വോട്ടർമാർ ഈ കരട് പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ നിലവിൽ ഇത്തരത്തിൽ ഈ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചത് ജനുവരി 22 വരെ, അതായത് കൃത്യമായ ഒരു മാസക്കാലം ഈ പ്രസിദ്ധീകരിച്ച കരട് പട്ടികയിൽ എന്തെങ്കിലും എതിർപ്പുകൾ ഉണ്ടെങ്കിലോ ആശങ്കകൾ ഉണ്ടെങ്കിലോ ഈ എതിർപ്പുകൾ ഉന്നയിക്കാനുള്ള അവസരമാണ് ഈ ഒരു മാസക്കാലം. അതിനുശേഷം ഫെബ്രുവരി 14 മുതൽ ഇത്തരത്തിൽ വന്ന പരാതികളുടെ മേൽ ഹിയറിംഗുകളും മറ്റ് പരിശോധനകളും നടക്കും. ഇന്ന് ഇത്തരത്തിൽ കൂടിയ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗത്തിൽ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും കൃത്യമായി ഉയർന്നു വന്നൊരു പ്രതിഷേധം എന്ന് പറയുന്നത് ഈ ഹിയറിംഗിന്റെ സമയത്ത് ജാതി സർട്ടിഫിക്കറ്റ് ആണെങ്കിലും ഇത്തരത്തിലൊരു രേഖയായി ഹാജരാക്കാമെന്നുള്ളത് അതിനെ അവർ നിഷേധിക്കുകയായിരുന്നു. അവർ പറയുന്നത് ജാതിയുടെ അടിസ്ഥാനത്തിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാം എന്ന കാര്യത്തെ അംഗീകരിക്കാൻ സാധിക്കില്ല, അത് മാറ്റണം എന്ന കാര്യമാണ് കോൺഗ്രസ് ആരോപിച്ചത്. അതേസമയം BJP പ്രതിനിധികൾ പറഞ്ഞത് ഒരു രേഖ എന്ന നിലയിലാണ് ഈ ജാതി സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ പറഞ്ഞത്. ഈ ജാതി സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കാനുള്ള ഒരു നടപടിയാണ് നടക്കുന്നതെന്ന് അതിനെ വളച്ചൊടിക്കരുത് എന്ന കാര്യമാണ് ഈ BJP പ്രതിനിധികൾ പറഞ്ഞത്. എന്തായാലും ഇതിൽ സർക്കാരിന്റെ ഒരു ഇടപെടലും ഉണ്ടായിട്ടുണ്ട്. കാരണം 24 ലക്ഷം എന്ന് പറയുന്നത് ഒരു ചെറിയ സംഖ്യയിൽ, അത് മാത്രമല്ല 30 ലക്ഷത്തോളം ഈ യുവാക്കൾ ഇത്തരത്തിൽ ഈ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാതെ അല്ലെങ്കിൽ ഈ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ സന്നദ്ധത അറിയിക്കാതെ മാറി നിൽക്കുന്നതായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം മാറ്റാൻ യുവാക്കളെ കൂടുതലായി കൊണ്ടുവരാൻ അർഹരുടെ പേര് ചേർക്കാൻ വേണ്ടി ഒരു ഹെൽപ്പ് ഡെസ്ക് രൂപീകരിക്കാൻ സർക്കാർ ജില്ലാ കളക്ടർമാർക്ക് ഉത്തരവ് നൽകി ഒരു ഉത്തരവിറക്കിയിട്ടുണ്ട്. 24 ലക്ഷം പേരാണ് ഇപ്പോൾ കരട് പട്ടിക പ്രസിദ്ധീകരിക്കപ്പെട്ടപ്പോൾ പുറത്തായിട്ടുള്ളത്. ഇവരെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലൊരു ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. 2 ഉദ്യോഗസ്ഥരെയായിരിക്കും ഇതിനു വേണ്ടി നിയമിക്കുക. അതത് കളക്ടർമാർ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് തന്നെയാണ് ഈ ഉത്തരവിൽ വ്യക്തമാക്കുന്നത്. അംഗനവാടി ജീവനക്കാർ, ആശാ വർക്കർമാർ, കുടുംബശ്രീ പ്രവർത്തകർ, ഇങ്ങനെ എല്ലാവരെയും ഇത്തരത്തിൽ ഈ ഒരു പ്രവർത്തനത്തിനായി സഹായത്തിനായി ഉപയോഗിക്കാമെന്ന കാര്യം ഈ ഉത്തരത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. 18 വയസ്സ് പൂർത്തിയായ എല്ലാവരും ഈ വോട്ടർ പട്ടികയിൽ പിടിക്കേണ്ടതുണ്ട് എന്ന ഒരു അജണ്ടയും സംസ്ഥാന സർക്കാരിനുണ്ട്. സ്വപ്ന, തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായുള്ള കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതിന് ശേഷമുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ആദ്യ യോഗമാണ് ചേർന്നത്. ദേവികയാണ് വിവരങ്ങൾ നൽകിയത്. മുഖ്യമന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ചിത്രം സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച സംഭവത്തിൽ അറസ്റ്റിലായ KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗമായ N സുബ്രഹ്മണ്യന് ജാമ്യം. കോഴിക്കോട് ചേവായൂർ പോലീസ് സ്റ്റേഷന് മുന്നിൽ കോൺഗ്രസ് പ്രതിഷേധം തുടരുന്നതിനിടെയാണ് സുബ്രഹ്മണ്യനെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുഖ്യമന്ത്രി പിണറായി വിജയനും ഒന്നിച്ചുള്ള ചിത്രം സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചതിന് N സുബ്രഹ്മണ്യനെതിരെ സ്വമേധയാണ് ചേവായൂർ പോലീസ് കേസെടുത്തത്. കലാപാഹ്വാനം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയായിരുന്നു കേസ്. പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടും പോസ്റ്റ് ഒഴിവാക്കാൻ സുബ്രഹ്മണ്യൻ തയ്യാറായിരുന്നില്ല. ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടും സുബ്രഹ്മണ്യൻ പോലീസ് സ്റ്റേഷനിലെത്തിയില്ല. ഇതിനെ തുടർന്നാണ് ഇന്ന് രാവിലെ മുതിർന്ന കോൺഗ്രസ് നേതാവായ N സുബ്രഹ്മണ്യനെ ചെത്തുകടവിലെ വീട്ടിൽ വെച്ച് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. സംഭവം അറിഞ്ഞ് സംഘടിച്ചെത്തിയ കോൺഗ്രസ് പ്രവർത്തകർ ചേവായൂർ പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു.
അറസ്റ്റ് രേഖപ്പെടുത്തി വിശദമായ മൊഴിയെടുത്ത ശേഷം അദ്ദേഹത്തെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു. മുഖ്യമന്ത്രി നിൽക്കുന്ന ഒരു പടം ഷെയർ ചെയ്തത് കൊണ്ടാണ് എനിക്കെതിരെ കേസ്. അതേ പടം ഷെയർ ചെയ്ത BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരനെതിരെ കേസില്ല, അറസ്റ്റില്ല. എന്നെ രാവിലെ പ്രാതൽ പോലും കഴിക്കാൻ അനുവദിക്കാതെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. BJP നേതാക്കൾ ഉൾപ്പെടെ ചിത്രങ്ങൾ പങ്കുവച്ചെങ്കിലും സുബ്രഹ്മണ്യനെതിരെ മാത്രം കേസെടുത്തത് രാഷ്ട്രീയ പ്രേരിതമെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ആരോപണം. അമൃത ന്യൂസ്, കോഴിക്കോട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിന് അപമാനമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മുഖ്യമന്ത്രി ഏകാധിപതി ചമയുകയാണ്, ആരെയാണ് ഭയപ്പെടുത്തുന്നത് എന്നും അദ്ദേഹം ചോദിച്ചു. കേസെടുത്ത് പേടിപ്പിക്കാൻ നോക്കണ്ട, ജനങ്ങൾ നൽകിയ താക്കീത് ഇനിയും തിരിച്ചറിഞ്ഞില്ലേ എന്നും പ്രതിപക്ഷ നേതാവ് ചോദിച്ചു. മിസ്റ്റർ പിണറായി വിജയൻ, നിങ്ങൾ ആരെയാണ് ഭയപ്പെടുത്തുന്നത്? നിങ്ങൾ ഞങ്ങളെ പേടിപ്പിക്കാൻ നോക്കുകയാണോ? നിങ്ങളുടെ അവസാനത്തെ കാലഘട്ടമാണിത്. നിങ്ങളുടെ ഭരണത്തിന്റെ അതിന്റെ അഹങ്കാരമാണ് നിങ്ങൾ കാണിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ മുഖ്യമന്ത്രിയുടെ പടം ഇട്ടു എന്ന് പറഞ്ഞുകൊണ്ട് കേസെടുക്കുക, അറസ്റ്റ് ചെയ്യുക, പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോവുക, ക്രിമിനലുകളെ അറസ്റ്റ് ചെയ്യുന്നത് പോലെ. എന്തൊരു നാണക്കേടാണ് കേരളത്തിന് നിങ്ങളെപ്പോലെ ഒരു മുഖ്യമന്ത്രി, ഈ പിണറായി വിജയനെ പോലെ ഒരു മുഖ്യമന്ത്രി. ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു പ്രചരണം നടത്തിയതിന് ഒരു മുതിർന്ന നേതാവിനെ അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകാൻ നിങ്ങൾ അപമാനമാണ് കേരളത്തിൽ. മിസ്റ്റർ പിണറായി വിജയൻ, അപമാനമാണ്. N. സുബ്രഹ്മണ്യനെതിരായ കേസ് രാഷ്ട്രീയ പകപോക്കലെന്ന മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. എന്തുകൊണ്ട് സമാന ഫോട്ടോ ഇട്ട BJP സംസ്ഥാന അധ്യക്ഷനെതിരെ കേസെടുക്കുന്നില്ല എന്ന് അദ്ദേഹം ചോദിച്ചു. മുഖ്യമന്ത്രിക്കെതിരെ ആരും സംസാരിക്കരുത് എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. പോലീസിനെ വെച്ച് ഓലപ്പാമ്പിനെ കാട്ടി പേടിപ്പിക്കാൻ നോക്കണ്ട എന്നും അദ്ദേഹം പ്രതികരിച്ചു. കേരളത്തിന്റെ മുഖ്യമന്ത്രി മോഡിക്കും അമിത്ഷായ്ക്കും പഠിക്കുകയാണോ? എന്താണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്? സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്താനുള്ള ഒരു നടപടിയും സുബ്രഹ്മണ്യൻ ചെയ്തിട്ടില്ല. അല്ല, കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് എന്ത് പറ്റിയെന്നാണ് എൻ്റെ ചോദ്യം. ഇതുപോലെ ആരെല്ലാം ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്യാറുണ്ട്. എത്രയോ ആളുകൾ നമ്മുടെയെല്ലാം ചിത്രങ്ങൾ, അവാസ്തവമായ ചിത്രങ്ങൾ പ്രചരിപ്പിക്കാറുണ്ട്. തന്നെയുമല്ല, ഒരു മാസം മുമ്പ് BJP പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരൻ ഈ ഫോട്ടോ ഇട്ടതാണ്. രാജീവ് ചന്ദ്രശേഖരനെതിരെ എന്തുകൊണ്ട് കേസെടുത്തില്ല? BJPയും CPMും തമ്മിലുള്ള അന്തർധാര നിലനിൽക്കുന്നത് കൊണ്ടാണോ രാജീവ് ചന്ദ്രശേഖരന്റെ പേരിൽ കേസെടുക്കാഞ്ഞത്? വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്യാൻ കൊലക്കേസിലെ പ്രതിയാണോ സുബ്രഹ്മണ്യനെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. കേന്ദ്ര സർക്കാരിന്റെ കാർബൺ പതിപ്പാണ് സംസ്ഥാന സർക്കാർ. കടകംപള്ളിയും പോറ്റിയുമായുള്ള പുതിയ ചിത്രത്തിൽ മുഖ്യമന്ത്രി മറുപടി പറയണം. സോണിയാഗാന്ധിയെ കൂടി കണ്ടതുകൊണ്ടാണല്ലോ പോറ്റിക്ക് ഇത്ര വലിയ പരിവേഷം കിട്ടിയതെന്നും KC വേണുഗോപാൽ പരിഹസിച്ചു. എന്താണ് കേരളത്തിൽ സംഭവിക്കുന്നത് വ്യക്തമാകുന്നില്ല. ഇത് ചങ്ങലക്ക് ഭ്രാന്ത് പിടിച്ച സ്ഥിതിയാണ് ഇപ്പം കേരളത്തിലെ സർക്കാരിന് സമീപനത്തോടെ നമുക്ക് കാണാൻ കഴിയുന്നത്. വിനാശകാലെ വിപരീത ബുദ്ധി, ഇതാണ് ഇപ്പോൾ നമുക്ക് പറയാനുള്ളത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പോലീസിൻ്റെ ഇരട്ട നീതിയുടെ മുഖമാണ്. നിങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടിട്ടുണ്ടാവും, സോണിയാഗാന്ധിയുടെ ചിത്രവുമായി ബന്ധപ്പെട്ട് വ്യാപകമായി അധിക്ഷേപിക്കുന്ന എത്രയോ സമൂഹ മാധ്യമ പോസ്റ്റുകൾ കേരളം കണ്ടതാണ്. അതുപോലെ മറ്റ് നേതാക്കന്മാർക്കെതിരായിട്ട് ഇഷ്ടം പോലെ കണ്ടതാണ്. ഇപ്പോൾ ആകെ പരിരക്ഷയുള്ളത് പിണറായി വിജയന് മാത്രമാണ് കേരളത്തിൽ. ഒരാൾക്കും വിമർശിക്കാൻ പറ്റാത്ത ഒരാളായിട്ട് അദ്ദേഹം മാറിയിരിക്കുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിലെ രാജ്യാന്തര ലോബിയുടെ പങ്ക് അന്വേഷിക്കാനൊരുങ്ങി SIT. സ്വർണ്ണക്കടത്തിലെ പ്രധാനിയെന്ന് സംശയിക്കുന്ന D. മണിയെ വീണ്ടും ചോദ്യം ചെയ്യും. മണിയുടെ ബാങ്ക് ഇടപാടുകളും SIT പരിശോധിക്കും. രമേശ് ചെന്നിത്തല വെളിപ്പെടുത്തിയ വ്യവസായിയിൽ നിന്നാണ് മണിയെക്കുറിച്ചുള്ള വിവരങ്ങൾ SITക്ക് ലഭിക്കുന്നത്. തുടർന്ന് ദിണ്ടിഗലിലെ വീട്ടിലെത്തി മണിയെ SIT മണിക്കൂറുകളോളം ചോദ്യം ചെയ്തിരുന്നു. എന്നാൽ അന്വേഷണത്തോട് ഇയാൾ വേണ്ട വിധത്തിൽ സഹകരിച്ചില്ല. താൻ D. മണിയല്ലെന്നും MS മണിയാണെന്നും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി തനിക്ക് ബന്ധമില്ലെന്നുമാണ് ഇയാൾ ആവർത്തിക്കുന്നത്. ബാലമുരുകൻ എന്ന സുഹൃത്തിന്റെ സിം കാർഡാണ് താൻ ഉപയോഗിക്കുന്നതെന്നും അതാണ് തനിക്ക് വിനയായതെന്നുമാണ് മണിയുടെ വാദം. ചോദ്യം ചെയ്യലിനിടെ അന്വേഷണ സംഘം കാണിച്ച ഫോട്ടോയിലുള്ളവരെ അറിയില്ലെന്നും ഇദ്ദേഹം പറഞ്ഞു. എന്നാൽ പിടിയിലായത് ശരിയായ ആൾ തന്നെയാണെന്നും പേരിൽ മാത്രമാണ് പിശക് പറ്റിയതെന്നും SIT വ്യക്തമാക്കി. മണിയുടെ ചിത്രം വ്യവസായിയെ കാണിച്ച് ഇത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. പോപ്കോൺ വിൽപ്പനക്കാരനായും ഓട്ടോ ഡ്രൈവറായും ഉപജീവനം നടത്തിയിരുന്ന മണി എങ്ങനെയാണ് വൻ നിക്ഷേപവുമായി റിയൽ എസ്റ്റേറ്റ് രംഗത്തിലേക്ക് കടക്കാൻ സാധിക്കുന്ന തരത്തിൽ വളർന്നതെന്നും SIT അന്വേഷിക്കും. ബാങ്ക് ഇടപാടുകളടക്കം പരിശോധിച്ച് മുന്നോട്ടു പോകാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം.
30-ാം തീയതി വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന നിർദ്ദേശം മണിക്ക് SIT നൽകിയിട്ടുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തദ്ദേശ തെരഞ്ഞെടുപ്പ് ജനവിധിയുടെ സമഗ്ര വിലയിരുത്തലിന് CPM നേതൃയോഗം ചേരുന്നു. സംസ്ഥാന സെക്രട്ടേറിയറ്റാണ് ഇന്ന് ചേരുന്നത്. അടുത്ത 2 ദിവസം സംസ്ഥാന സമിതിയും ചേരും. ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ല എന്നും ശബരിമല സ്വർണ്ണക്കൊള്ള തിരിച്ചടിയായിട്ടില്ല എന്നുമുള്ള സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാടിനോട് പല ജില്ലാ കമ്മിറ്റികൾക്കും യോജിപ്പില്ല. സർക്കാർ നിലപാടുകൾക്കെതിരെയും പാർട്ടിയുടെ നയസമീപനങ്ങൾക്കെതിരെയും തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിലടക്കം അതിരൂക്ഷ വിമർശനമാണ് ഉയർന്നത്. എറണാകുളത്ത് കോൺഗ്രസിൽ തർക്കങ്ങൾ തീരുന്നില്ല. ഏറ്റവും ഒടുവിൽ ഉമാ തോമസ് MLA ആണ് പാർട്ടിയിൽ കലാപക്കൊടി ഉയർത്തിയിരിക്കുന്നത്. തൃക്കാക്കര നഗരസഭാ അധ്യക്ഷ സ്ഥാനം തീരുമാനിച്ചതിനെ ചൊല്ലിയാണ് ഉമാ തോമസും പാർട്ടി ജില്ലാ നേതൃത്വവും തമ്മിൽ തർക്കം രൂക്ഷമായത്. തൃക്കാക്കരയിലും KPCC മാനദണ്ഡങ്ങൾ ലംഘിക്കപ്പെട്ടുവെന്നാണ് ഉമാ തോമസ് MLAയുടെ പരാതി. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന് ഉമാ തോമസ് പരാതി നൽകി. കൗൺസിലർമാരുടെ പിന്തുണയുടെ അടിസ്ഥാനത്തിൽ 2 പേർക്കായി അധ്യക്ഷ സ്ഥാനം വീതം വെക്കണമെന്നാണ് ഉമാ തോമസിന്റെ ആവശ്യം. എന്നാൽ ഉമ്മയുടെ ആവശ്യം DCC നേതൃത്വം തള്ളിക്കളഞ്ഞിരുന്നു. ലാലി ജെയിംസിനെതിരെ പാർട്ടി സ്വീകരിച്ചത് ഉചിതമായ നടപടിയെന്ന് മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ. പാർട്ടി എക്കാലവും എല്ലാ വിഷയങ്ങളിലും ഉചിതമായ നടപടിയാണ് സ്വീകരിക്കാറുള്ളത്. ലാലി ജെയിംസിന്റെ കാര്യത്തിലും സ്വീകരിച്ചത് അതുതന്നെയാണ്. തനിക്കെതിരായ ആരോപണങ്ങളിൽ മറുപടി പറയാനില്ല. ലാലി ജെയിംസിന്റെ ആരോപണങ്ങൾക്ക് പാർട്ടി മറുപടി നൽകുമെന്നും നിജി ജസ്റ്റിൻ തൃശൂരിൽ പ്രതികരിച്ചു. അതേസമയം സസ്പെൻഷൻ നടപടി സന്തോഷത്തോടെ സ്വീകരിക്കുന്നുവെന്ന് ലാലി ജെയിംസും പ്രതികരിച്ചു. സസ്പെൻഡ് ചെയ്താലും താൻ കോൺഗ്രസുകാരിയായി തന്നെ തുടരും. തന്നെ തിരിച്ചെടുക്കുമെന്നാണ് പ്രതീക്ഷ. തിരിച്ചെടുത്തില്ലെങ്കിലും മരണം വരെ കോൺഗ്രസുകാരിയായി തന്നെ തുടരും. CPMലേക്കോ BJPയിലേക്കോ ഇല്ല. താൻ ഉയർത്തിയ ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു. DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് തന്നോട് പാർട്ടി ഫണ്ട് ആവശ്യപ്പെട്ടിരുന്നു. പണമില്ലാത്തതിനാൽ പാർട്ടി ഫണ്ട് നൽകാനായില്ല. പാർട്ടി ഫണ്ട് നിജി ജസ്റ്റിൻ നൽകിയിട്ടുണ്ടാകുമെന്നും ലാലി ജെയിംസ് തൃശൂരിൽ ആവർത്തിച്ചു. ഒരു മുന്നറിയിപ്പ് പോലും ഇല്ലാതെ, ഒരു നോട്ടീസ് പോലും ഇല്ലാതെ എന്നെ സസ്പെൻഡ് ചെയ്തത് മാധ്യമങ്ങളോടെ അറിയേണ്ടി വന്നത് ഒരു വിഷമകരമായൊരു കാര്യമാണ്. DCC പ്രസിഡന്റ് അവിടെ കുറച്ചും കൂടി പക്വത കാണിക്കണമായിരുന്നു. അദ്ദേഹം വന്നിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ. അദ്ദേഹം ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്നു. ഞങ്ങളെപ്പോലെയൊക്കെ തന്നെ ഉണ്ടായിരുന്ന ഒരാളാണ്. അദ്ദേഹം ഒരു MLA ആയിട്ടില്ല. അദ്ദേഹം ഒന്നും ആയിട്ടില്ല. അദ്ദേഹത്തിന് DCC പ്രസിഡന്റ് സ്ഥാനം കയ്യിൽ വന്നപ്പോൾ അത് പക്വതയോട് കൂടിയിട്ട് കൈകാര്യം ചെയ്യേണ്ട സ്ഥലങ്ങളിൽ പലപ്പോഴും പക്വത കൈവിട്ടിട്ടുണ്ട് എന്നുള്ളത് എനിക്കൊരു ബോധ്യം. KC വേണുഗോപാൽ ഉയർന്ന നേതാവായിരിക്കും. DCC പ്രസിഡന്റ് ഉയർന്ന ആളുകളാണ്. ഒരു മനുഷ്യൻ്റെ സങ്കടങ്ങൾക്കും മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾക്കും മനുഷ്യൻ്റെ ചേതോവികാരങ്ങൾക്കും ഒരു സ്ഥാനവുമില്ല ഇവിടെ. ഞാൻ ചോദിക്കുന്നത്, നേതാക്കൾക്ക് മാത്രമാണോ ആത്മാഭിമാനമുള്ളത്? പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ഒരു ബൂത്ത് പ്രസിഡന്റിന് പോലും ആത്മാഭിമാനമുണ്ടാകും. കാരണം താഴെ തട്ടിൽ പ്രവർത്തിക്കുന്നത് ഒരു ബൂത്ത് പ്രസിഡന്റ് എന്ന് പറയുന്ന സ്ഥാനം മുതൽക്കാണ്. അവരും കോൺഗ്രസ്സുകാരല്ലേ? കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം ഡൽഹിയിൽ ചേരുകയാണ്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെ നേതൃത്വത്തിലാണ് യോഗം. തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മാറ്റിയതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കണമെന്ന് മല്ലികാർജ്ജുൻ ഖർഗെ യോഗത്തിൽ ആവശ്യപ്പെട്ടു. 2026 തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന അസം, പശ്ചിമ ബംഗാൾ, തമിഴ്നാട്, കേരളം എന്നിവിടങ്ങളിൽ തയ്യാറെടുപ്പ് പുരോഗമിക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയും രൂക്ഷ വിമർശനം യോഗത്തിൽ ഉയർന്നു. നാഷണൽ ഹെറാൾഡ് കേസിൽ പ്രധാനപ്പെട്ട നേതാക്കളുടെ പ്രതിച്ഛായ തകർക്കാൻ ശ്രമം നടക്കുന്നതായും ഖർഗെ കൂട്ടിച്ചേർത്തു. 41 ദിവസത്തെ തീർത്ഥാടനം പൂർത്തിയാക്കി ശബരിമലയിൽ മണ്ഡലപൂജയ്ക്ക് പരിസമാപ്തി. ശബരിമല തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ കാർമ്മികത്വത്തിലായിരുന്നു മണ്ഡലപൂജ. ഇന്ന് രാത്രി 10 മണിയോടുകൂടി നട അടയ്ക്കുന്നതോടെ ഈ വർഷത്തെ മണ്ഡലകാലത്തിന് സമാപനമാകും. നെയ്യഭിഷേകം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ പൂർത്തിയാക്കിയാണ് മണ്ഡലപൂജയ്ക്കായി സന്നിധാനം ഒരുക്കിയത്. തുടർന്ന് കിഴക്കേ മണ്ഡപത്തിൽ വെച്ച് കളഭവും കലശവും പൂജിച്ച് ദേവചൈതന്യം ആവാഹിച്ചു. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി തന്ത്രിയും മേൽശാന്തിയും കളഭവുമായി ശ്രീകോവിലിനെ വലം വച്ചു. 10:15-നും 11:15-നും ഇടയ്ക്കുള്ള മുഹൂർത്തത്തിലായിരുന്നു മണ്ഡലപൂജ. തുടർന്ന് ഭക്തർക്ക് ദർശനം അനുവദിച്ചു. വൈകിട്ട് ദീപാരാധന വരെ തങ്കയങ്കി ചാർത്തിയുള്ള അയ്യപ്പ ദർശനമുണ്ടാകും. ഇന്നും മല ചവിട്ടുന്ന ഭക്തരുടെ എണ്ണത്തിൽ നിയന്ത്രണങ്ങളുണ്ട്. 35,000 പേർക്ക് വെർച്വൽ ക്യൂ വഴിയും 2,000 പേർക്ക് സ്പോട്ട് ബുക്കിംഗ് വഴിയും മാത്രമേ ഇന്ന് ദർശനം അനുവദിച്ചിട്ടുള്ളൂ. ഈ മണ്ഡലകാലം പൂർത്തിയാകുമ്പോൾ 34 ലക്ഷത്തോളം ഭക്തരാണ് അയ്യപ്പ ദർശനം നടത്തിയത്. രാത്രി 10 മണിക്ക് ഹരിവരാസനം പാടി നട അടയ്ക്കുന്നതോടെ ഈ വർഷത്തെ മണ്ഡലകാലത്തിന് സമാപനമാകും. തുടർന്ന് മകരവിളക്ക് മഹോത്സവത്തിനായി 30-ന് വൈകിട്ട് 5 മണിക്ക് നട തുറക്കും. അമൃത ന്യൂസ്, സന്നിധാനം.
റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ചർച്ചയ്ക്കൊരുങ്ങി യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി. നാളെ ഫ്ലോറിഡയിൽ വെച്ചാണ് നിർണായക കൂടിക്കാഴ്ച നടക്കുക. അതേസമയം റഷ്യ മുന്നോട്ട് വയ്ക്കുന്ന ഉപാധികൾ യുക്രൈൻ അംഗീകരിക്കുമോ എന്നതാണ് പ്രധാന ചോദ്യം. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നിർണായക നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് ഈ കൂടിക്കാഴ്ച. യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ചകളിൽ ഏറെ നിർണായകമായിരിക്കും ഈ കൂടിക്കാഴ്ച. പുതുവർഷത്തിന് മുൻപ് ഒരുപാട് കാര്യങ്ങൾ തീരുമാനിക്കാൻ കഴിയും എന്നാണ് സെലൻസ്കി വ്യക്തമാക്കിയത്. ചർച്ചയുടെ ഭാഗമായി 20 സമാധാന കരാറും സുരക്ഷാ ഗ്യാരണ്ടി കരാറുമാണ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വയ്ക്കുന്നത്. 60 ദിവസത്തെ വെടിനിർത്തലിന് റഷ്യ സമ്മതിച്ചാൽ ട്രംപ് മുന്നോട്ട് വയ്ക്കുന്ന 20 സമാധാന പദ്ധതി നടപ്പിലാക്കാൻ താൻ തയ്യാറാണെന്നും സെലൻസ്കി പറയുന്നു. അതേസമയം ചില പ്രധാന മേഖലകൾ ഉൾപ്പെടുന്ന ഡോൺബാസിന്റെ പൂർണ്ണ നിയന്ത്രണമാണ് യുക്രൈന്റെ ആവശ്യം. യുദ്ധത്തിലൂടെ ഡോൺബാസിന്റെ 70% പ്രദേശം റഷ്യ കൈവശപ്പെടുത്തിയിരുന്നു. ശേഷിക്കുന്നത് ഉൾപ്പെടെ ഡോൺബാസ് മുഴുവൻ തങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് എന്നാണ് റഷ്യയുടെ വാദം. വിട്ടുകൊടുക്കില്ല എന്നാണ് യുക്രൈനും യൂറോപ്യൻ സഖ്യകക്ഷികളും ആവർത്തിച്ചിരുന്നത്. ഈ സാഹചര്യത്തിൽ ഡോൺബാസിനെ സ്വതന്ത്ര സാമ്പത്തിക മേഖലയായി പ്രഖ്യാപിക്കാമെന്ന US നിർദ്ദേശം യുക്രൈൻ അംഗീകരിക്കുകയാണ് ഉണ്ടായത്. എന്നാൽ ഏതൊരു ക്രമീകരണവും നടപ്പാക്കുന്നത് യുക്രൈനിൽ ജനഹിത പരിശോധന നടത്തിയാകണമെന്നും യുക്രൈന്റെ വിധി തീരുമാനിക്കാനുള്ള അവസരം അവർക്ക് തന്നെ നൽകണമെന്നും സെലൻസ്കി പറഞ്ഞു. ഹിതപരിശോധന പൂർത്തിയാക്കാൻ 60 ദിവസം എടുക്കുമെന്നും അതിനായി ഈ കാലയളവിൽ പൂർണ്ണ വെടിനിർത്തൽ വേണമെന്നും ആവശ്യപ്പെട്ടു. എന്തായാലും ഫ്ലോറിഡയിൽ വെച്ച് നടക്കുന്ന കൂടിക്കാഴ്ചയിൽ തർക്കപരിഹാരം ഉണ്ടാകുമോ എന്ന് കാത്തിരുന്നു കാണണം. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. നവമാധ്യമങ്ങളുടെ കടന്നുവരവിൽ ആശംസാ കാർഡുകൾ വിസ്മൃതിയിലേക്ക് മറയുകയാണ്. എന്നാൽ അക്ഷരങ്ങളിലൂടെ സ്നേഹവും സൗഹൃദവും നിലനിർത്തണമെന്ന സന്ദേശം പകർന്നു നൽകി 500-ലധികം ക്രിസ്മസ് ന്യൂ ഇയർ ആശംസാ കാർഡുകളാണ് ഇടുക്കി നെടുങ്കണ്ടം കല്ലാർ സ്കൂളിലെ വിദ്യാർത്ഥികൾ സ്വന്തമായി തയ്യാറാക്കി അയച്ചത്. ഒരു കാലത്ത് ആളുകളുടെ മനസ്സുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായിരുന്നു തപാൽ വകുപ്പ്. എന്നാൽ നവമാധ്യമങ്ങൾ സജീവമായതോടെ ലോകം വിരൽത്തുമ്പിലെത്തി. ഇൻലൻഡും പോസ്റ്റ് കാർഡും ആശംസാ കാർഡുമൊക്കെ വിസ്മൃതിയിലേക്ക് മറഞ്ഞു. പഴയ പ്രതാപത്തിന്റെ പ്രൗഢി വിട്ടൊഴിഞ്ഞ് പല എഴുത്തുപെട്ടികളും തുരുമ്പെടുത്തു കഴിഞ്ഞു. മനസ്സുകളെ തമ്മിൽ ആഴത്തിൽ ബന്ധിപ്പിക്കുന്ന ആ തപാൽ വകുപ്പിന്റെ ചരിത്രം കുട്ടികളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നെടുങ്കണ്ടം കല്ലാർ സർക്കാർ സ്കൂളിലെ അധ്യാപകർ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഈ ക്രിസ്മസ് ന്യൂ ഇയർ കാലത്ത് കത്തുകൾ എഴുതാൻ കുട്ടികളെ പ്രേരിപ്പിച്ചത്. വെറുതെ എഴുതി അടുത്തിരിക്കുന്ന സുഹൃത്തിന് നൽകുകയല്ല. ഓരോ കൂട്ടുകാരും അവരവരുടെ പ്രിയപ്പെട്ടവരുടെ വിലാസത്തിലേക്കാണ് സ്നേഹത്തിന്റെ ആശംസകൾ എഴുത്തുപെട്ടികളിൽ നിക്ഷേപിച്ചത്. ഡിജിറ്റലായി വെച്ചിരിക്കുന്ന ഒരു സംഗതി സത്യം പറഞ്ഞാൽ ഒരു സീസൺ കഴിയുമ്പോൾ നമ്മുടെ ഫോണിൽ നിന്ന് മാഞ്ഞു പോകും. പക്ഷെ ഇങ്ങനെ ഹാർഡ് കോപ്പി ആയി കിട്ടുന്ന ഒരു എഴുത്ത് അല്ലെങ്കിൽ ഒരു കാർഡ് അത് നമ്മളെക്കാലവും സൂക്ഷിച്ചു വെക്കാം. വർഷങ്ങൾക്ക് ശേഷം എടുത്ത് നോക്കാം. ഇത് സീസണിലല്ല, ഇത് എറ്റേണലായി നിൽക്കുന്ന ഒരു സംഗതിയാണ്. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ആശംസകൾ അറിയിക്കുന്ന പുതിയ തലമുറയ്ക്ക് കത്തെഴുത്ത് കൗതുകമായി. പലരും ആദ്യമായി കത്തെഴുതുന്നവർ. NSS ആയിട്ട് ബന്ധപ്പെട്ടാണ് ഇങ്ങനെ ഒരു കാർഡ് എഴുതുന്നത്. ആദ്യമായിട്ടാണ് എൻ്റെ ലൈഫിൽ ഞാനൊരു കത്ത് ഒരാൾക്ക് കൊടുക്കുന്നത്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനാണ് ഞാൻ ഇത് എഴുതിയേക്കുന്നത്. ഒരു കാലത്ത് കത്തുകൾക്ക് വേണ്ടി എഴുത്തുപെട്ടി തുറക്കുന്നതും കാത്തുനിന്നിരുന്ന പഴയ തലമുറയുടെ അനുഭവം സ്വന്തം ജീവിതത്തിൽ ആദ്യമായി നേരിട്ടറിഞ്ഞതിന്റെ സന്തോഷവും കുട്ടികൾക്കുണ്ട്. അവരും കാത്തിരിക്കുകയാണ് പ്രിയപ്പെട്ടവരുടെ സ്നേഹാക്ഷരങ്ങൾ നിറഞ്ഞ ആശംസാ കാർഡുകൾക്കായി. അമൃത ന്യൂസ്, ഇടുക്കി. ആഷസ് ബോക്സിംഗ് ഡേ ടെസ്റ്റിൽ ഓസ്ട്രേലിയക്കെതിരെ ഇംഗ്ലണ്ടിന് ജയം. മെൽബൺ ടെസ്റ്റിന്റെ 2ാം ദിവസം ഓസ്ട്രേലിയ ഉയർത്തിയ 175 റൺസ് വിജയലക്ഷ്യം ഇംഗ്ലണ്ട് 6 വിക്കറ്റ് നഷ്ടത്തിൽ മറികടന്നു. ഇന്നലെ ഓസ്ട്രേലിയ ആദ്യ ഇന്നിംഗ്സിൽ 152 എല്ലാവരും പുറത്തായിരുന്നു. പിന്നാലെ ഇംഗ്ലണ്ടിനെ 110 ഓൾ ഔട്ടാക്കി ഇന്നിംഗ്സ് ലീഡ് നേടുകയും ചെയ്തു. എന്നാൽ ഇന്ന് 2ാം ഇന്നിംഗ്സ് ആരംഭിച്ച ഓസ്ട്രേലിയയ്ക്ക് 132 റൺസ് എടുക്കാനായുള്ളൂ. 4 വിക്കറ്റ് നേടിയ ബ്രൈഡൻ കാഴ്സും 3 വിക്കറ്റ് നേടിയ ബെൻ സ്റ്റോക്സുമാണ് ഓസീസ് നിരയെ തകർത്തത്. ഈ ജയത്തോടെ പരമ്പര 3-1 എന്ന നിലയിലാണ്. റിപ്പോർട്ടറുടെ ഉച്ചവാർത്ത പൂർത്തിയാകുകയാണ്. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനലിൽ തുടരും. നമസ്കാരം.